അങ്ങനെ നമ്മുടെ ഞണ്ടുകുട്ടന്മാരെ കഴുകി വൃത്തിയാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് വേണ്ടി മസാല ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മീൻ എന്തെന്നുള്ള ഈ മീനിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഏതാണ് മീൻ എന്നുള്ളത് നോക്കിയതിൻ്റെ ശേഷം അപ്പം മീനൊക്കെ നന്നായിട്ട് മസാല ഒക്കെ തേച്ച് കായം പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞണ്ടിലേക്കുള്ള മസാല അനിയത്തി ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ. അപ്പോൾ മസാല ഒക്കെ അടുപ്പത്തായതിനു ശേഷം നമ്മൾ അപ്പൂസ് വയറുവേദന ഉണ്ടെന്ന് സ്കൂളിൽ നിന്ന് വയറുവേദനയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഗ്യാസിന്റെ പ്രോബ്ലം ആണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഗ്യാസ് കാരണം നമ്മളൊരു വെളുത്തുള്ളി ചുട്ടെടുത്ത് പണ്ടൊക്കെ ഈ എന്തെങ്കിലും വയറുവേദന എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മമാർ ഗ്യാസിന് പോകാൻ വേണ്ടി വെളുത്തുള്ളി ചുട്ട് തരാറുണ്ട്. അതിൻ്റെ ഇടയിൽ പാറക്കുട്ടി മുടിയൊക്കെ കെട്ടി സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മ വെളുത്തുള്ളി ചുട്ടിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ പപ്പടക്കോലിന് മേലെ കുത്തി വെച്ചിട്ട് അടുപ്പിലേ വെച്ചിട്ടാണ് കേട്ടോ ചുട്ടെടുത്ത് തന്നിട്ടുള്ളത്. അപ്പം ഞാൻ പോയിട്ട് അതെടുത്ത് നോക്കിയപ്പോൾ സംഭവം ചിലവർക്ക് ഇഷ്ടമാവും കേട്ടോ കഴിക്കാൻ, ഇങ്ങനെ കഴിക്കാൻ ചുട്ടെടുത്ത വെളുത്തുള്ളി കഴിക്കാം. അപ്പം അപ്പൂസിന് ഇത് എന്താണ് സംഭവം എന്ന് അറിഞ്ഞിട്ട് അപ്പൂസ് ഭയങ്കര ഇറിറ്റേഷനിലായിട്ടാണ് അപ്പൂസ് ഇത് കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ തല്ലി ഉടച്ചതൊക്കെ എടുത്ത് കഴിഞ്ഞ് ഓരോ വെളുത്തുള്ളിന് ശേഷം അപ്പൂസിന് കൊടുത്തിട്ട് അപ്പം അപ്പൂസ് ഭയങ്കര ചവർപ്പോട് കൂടിയിട്ടാണ് കഴിക്കുന്നത്. കാരണം അവർക്കിത് ശീലമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് ഇത് കഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കുറച്ച് നേരം അവിടെ കിടന്നപ്പോൾ വയറുവേദനയൊക്കെ മാറും. പക്ഷെ വയറുവേദനയാണെങ്കിലും അപ്പോൾ പറഞ്ഞാൽ ഞണ്ട് കഴിക്കേണ്ട വയറുവേദനയല്ലേ പറഞ്ഞു. അയ്യോ അത് പറ്റില്ല അവൾക്ക്. കാരണം അപ്പം ഞണ്ട് കറി വേണം, എനിക്ക് വയറുവേദന എൻ്റെ വെളുത്തുള്ളി കഴിച്ചത് മാറി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പൂസൊക്കെ കഴിക്കൽ കഴിഞ്ഞു. അപ്പോൾ നമ്മളെ ഞണ്ട് കറി നല്ല റോസ്റ്റ് ടൈപ്പായിട്ട് ഇത് അവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല എരിവും മസാല ഒക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് കൂടി. അനിയത്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് കൂടി. അപ്പോൾ ഞണ്ട് കറിയിൽ നമ്മളൊരു 2-3 കഷ്ണം ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാ ഉപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാതും അവളെ ഐഡിയാസ് പോലെ ഇരുന്നണം. അപ്പോൾ സംഭവം നല്ല കിഡു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏറ്റവും ചിലവർക്ക് അതിൻ്റെ ഉള്ളിൽ ഈ മസാല കഴിക്കാൻ നല്ല ഇഷ്ടമാവും. അപ്പോൾ പിന്നെ കാലിൻ്റെ ഉള്ളിൽ കയ്യും കാലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നല്ല വലിപ്പമുള്ള ഞണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പൂസിനും പാറക്കുട്ടിക്കും കൊടുത്തു. പാറക്കുട്ടിക്ക് ഇത് കടിക്കേണ്ട മടിക്ക് പാറക്കുട്ടി അതിൻ്റെ ഉള്ളിലത്തെ ഇറച്ചി മാത്രം എടുത്തു കൊടുത്തിട്ട് പാറക്കുട്ടി അത് മാത്രം മതി പറഞ്ഞു. അപ്പൂസ് എന്ന് പറഞ്ഞാൽ കടിച്ചു മുറിച്ചിട്ട് അവർ കഴിച്ചതാണ് കേട്ടോ പാത്രത്തിരിക്കുന്നത്. കടിച്ചു മുറിച്ചിട്ട് അപ്പൂസ് അതൊക്കെ തിന്നും. പിന്നെ ഇത് എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന കേട്ടോ. അപ്പോൾ ഞണ്ടിൻ്റെ റോസ്റ്റ് എല്ലാവർക്കും എത്താവുന്ന രീതിയിൽ എല്ലാവരുടെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ രമ്യാണ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം നല്ല കിഡു ടേസ്റ്റാണ് കേട്ടോ. കാരണം എല്ലാ മസാലകളും അറിയും, നല്ല എരിവും സ്പൈസി ആയിരുന്നു. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ നോക്കി വീണ്ടും കാണാം. ടാറ്റാ ബൈ, സീ യു.